ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയ ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 3 ക്യാരറ്റ് തന്നെ ഒരു 5-6 ഗ്ലാസ് ഷേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ അതിൻ്റെ തൊലി റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുകയും വേണം. ക്യാരറ്റ് കഴിക്കുന്നത് നമ്മൾ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. നമ്മൾ മക്കളൊന്നും ഇതുപോലെ പച്ചയൊന്നും കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ ഷേക്ക് അടിച്ചിട്ടോ ജ്യൂസ് അടിച്ചിട്ടോ കൊടുത്താൽ മക്കൾക്ക് ഹെൽത്തി ആവും. കൊടുത്താൽ അവരെന്തായാലും ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ ഇതാ ഞാൻ ക്യാരറ്റിൻ്റെ തൊലിയിൽ റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നല്ലോണം കഴുകിയിട്ടാകുമ്പോൾ ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഈ നോമ്പ് തുറക്കുന്ന ടൈമിലെല്ലാം ഈ ഒരു ഗ്ലാസ് ഷേക്ക് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആവും. നമ്മുടെ ക്ഷീണവും മാറിക്കിട്ടും. അതുപോലെ തന്നെ ഇത് ഡെയിലി കുടിക്കുന്നുണ്ടെങ്കിൽ മുഖസൗന്ദര്യം വർദ്ധിച്ച് നല്ല നിറവും നൽകും. അപ്പം ഇങ്ങനെ കുടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഡെയിലി കുടിക്കുക. ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1-2 വിസിൽ മതി. അപ്പോഴത്തേക്കാണ് ഇത് വെന്ത് കിട്ടും. അത് വെന്ത ടൈമിൽ ഞാൻ ഈത്തപ്പഴം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ മതി. ഒരു അരമണിക്കൂർ വെച്ചിട്ടതാണ്. നന്നായി കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത്. ഇനി അതിൻ്റെ കുരുവെല്ലാം മാറ്റി കൊടുക്കുക. ഇത് ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു. എന്തായാലും ഒരു വട്ടെങ്കിലും എല്ലാവരും ഇത് ഉണ്ടാക്കി കുടിച്ച് നോക്കണം. ക്യാരറ്റ് ഈത്തപ്പഴം നല്ല ഹെൽത്തിയാണ്. നല്ല ആരോഗ്യത്തിന് വേണ്ടതാണ് രണ്ടും. ഈത്തപ്പഴമെല്ലാം രാത്രി നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ 2-3 കഴിക്കുന്നത് നല്ലതാണ്. ബ്ലഡ് വരാനെല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ ക്യാരറ്റും നല്ലതാണ്. ഈത്തപ്പഴം തന്നെ വില കൂടിയതും കുറഞ്ഞതും ഉണ്ട്. അപ്പം വില കൂടിയതാണ് നല്ലത്. അതാണ് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാനും നല്ലത്. ഈത്തപ്പഴത്തിൻ്റെ കുരുവെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് പുഴുങ്ങി വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആ ഈത്തപ്പഴം കൂടി ആ വെള്ളത്തോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം മാറ്റമൊന്നും വേണ്ട. നന്നായി കഴുകിയിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പോൾ വെള്ളത്തോടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. ഇതിൽ പഞ്ചസാര വേണമെന്നില്ല. ഈത്തപ്പഴം നല്ല മധുരമുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും മധുരമില്ലയാണ്. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാം ഓപ്ഷൻ മാത്രമാണ്. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ വേണ്ടത് കട്ടപ്പാലാണ്. ഞാൻ ഒരു പാക്കറ്റ് ഫുള്ള് ഒഴിച്ച് കൊടുക്കുന്നില്ല. ഞാൻ പകുതി മാത്രം ഒഴിച്ച് കൊടുക്കുന്നില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. വെറും പാലോടെ തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തിട്ട് നല്ല കട്ടിയാണെങ്കിൽ അന്നേരം നിങ്ങൾക്ക് പാലോ കുറച്ച് വെള്ളമോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ആദ്യം കട്ടപ്പാൽ തന്നെ അടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കുറച്ച് നേർപ്പിക്കണമെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് പുഴുങ്ങി ഇട്ടുകൊണ്ട് അത് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ഈത്തപ്പഴം കൂടി ചേരുമ്പം എന്താ പറയുക, ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയ്ക്കും നല്ല രുചിയുണ്ട്. അപ്പോൾ ബദാം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ മതി. ഇതാ എൻ്റെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും നട്ട്സ് ഇട്ടിട്ടാകുമ്പോൾ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഞാനൊന്നും ഡെക്കറേഷൻ ഞാൻ ചെയ്യുന്നില്ല. മക്കൾക്കെല്ലാം രാത്രിക്ക് ഉറങ്ങുന്ന സമയത്ത് ഇതൊരു ഗ്ലാസ് ആക്കി കൊടുത്താൽ നല്ലതായിരിക്കും. ഈ തണുപ്പ് കുറച്ചിട്ടാകുമ്പം നമ്മൾ ആ കട്ടപ്പാൽ ഇടുന്നത് പാൽ മാത്രം ഒഴിച്ചിട്ടാകുമ്പോൾ അടിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ചൂടെല്ലാം കൊണ്ട് വീട്ടിലേക്ക് കയറി വന്നപാട് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മളെ ക്ഷീണം മൊത്തം മാറിക്കിട്ടും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ്